What's up guys, welcome back to another video. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് സോണിയുടെ ഫ്ലാഗ്ഷിപ്പ് ലൈനപ്പിൽ വരുന്ന സോണിയുടെ ലേറ്റസ്റ്റ് സൗണ്ട് ബാർ 9ന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് തിയേറ്റർ ബാർ 9ന്റെ ബോക്സ് വരുന്നത്. ഇതിന്റെ സ്പെക്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 360 സ്പെഷ്യൽ ഓഡിയോ മാപ്പിംഗ്, ഡോൾബി അറ്റ്മോസ്, അതുപോലെ തന്നെ DTS, പിന്നെ ഹൈറസ് ഓഡിയോ, 120 ഹെഡ്സ് 4K സപ്പോർട്ട്, പിന്നെ സ്പോട്ടിഫൈ, ആപ്പിൾ പ്ലേ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് സിസ്റ്റം ആണ് ഇത് വരുന്നത്. നമ്മളിതിൽ അൺബോക്സ് ചെയ്യുമ്പോഴേക്കും ദിസ് ഈസ് ദ സോണി ബ്രാവിയ തിയേറ്റർ ബാർ 9. ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഇനീഷ്യൽ സെറ്റപ്പ് ഗൈഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ കാണാൻ തോന്നുന്നു ബോക്സിലായിട്ട്. യെസ്, ആക്സസറീസ് ആണ്. നമുക്കതിൻ്റെ റിമോട്ട് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ഭയങ്കര ചെറുതാണ്, സ്റ്റൈലിഷും, ഒരുപാട് ബട്ടൺസ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സോണിയുടെ 2 ബാറ്ററി, പിന്നെ പേപ്പർ വർക്ക്സ് ആണ്, മ്യൂസിക് സർവീസ്, ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങൾ, പിന്നെ കുറച്ച് യൂസർ മാനുവൽ, അതിൻ്റെ മറ്റ് ബുക്കും പേപ്പറുകൾ കുറേ ഒരു 100 കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കേബിളാണ്, HDMIയുടെ ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ കേബിളും, പിന്നെ സെൻറ്റർ കണക്ഷൻ ഔട്ട് എടുക്കുന്ന കേബിൾ, പിന്നെ എന്തോ ഒരു സംഭവമുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് താഴത്തെ പ്ലേസ് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗമായിരിക്കും, അപ്പുറം ഇപ്പുറം അങ്ങനെ ഒരു സംഭവം. പിന്നെ സ്ക്രൂസ്, പിന്നെ ഇതിൻ്റെ ബ്രാക്കറ്റ്സ് വോളിലൊക്കെ മൗണ്ട് ചെയ്യാനായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യാനായിട്ടുള്ള 2 മെറ്റലിൻ്റെ 2 ബ്രാക്കറ്റ്സ് കൊടുക്കും. പിന്നെ വരുന്നതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള തിയേറ്റർ ബാർ 9. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇത് മാറ്റി വെക്കാം. സോ നമ്മൾ ഇവിടെ നിന്നുള്ള സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യുവാണ് ഗൈസ്. 1 2 3. യെസ്, സോണിയുടെ ഫ്ലാഗ്ഷിപ്പ് ലൈനപ്പിലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് തിയേറ്റർ ബാർ 9. ടോപ്പ് കാറ്റഗറി തിയേറ്റർ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് തിയേറ്ററിലൊക്കെ കാണുന്ന പോലെ ചെറിയ ബോക്സ് ആയിട്ടുള്ള ചാനൽസ് ആണ് അത് വരുന്നത്. 4 ചാനൽസ് വെച്ചിട്ട് മൊത്തം 16 സ്പീക്കേഴ്സ് അങ്ങനെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. 13 സ്പീക്കേഴ്സാണ് ഇതിൽ സോണി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സൗണ്ട് അപ്സ്കെയിലിംഗ്, പിന്നെ DTS, പിന്നെ 360യുടെ സൗണ്ട് മാപ്പിംഗ് എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇവിടെ ആയിട്ടാണ് ഫ്രണ്ട് സ്പീക്കേഴ്സ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ 2 സൈഡിലായിട്ട് അപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇവിടെ സൈഡിലായിട്ടും 2 സൈഡിലായിട്ട് സൈഡ് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ടോട്ടൽ ലെങ്ത് വരുന്നത് 130 സെൻറ്റിമീറ്റർ ആണ്. ഒരു 11 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരുന്നുണ്ട്. 6 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഇത് ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഇൻപുട്ട്സ് എല്ലാം വരുന്നത്. ഇതിൻ്റെ 2 സൈഡിലായിട്ടും ഒരു എയർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ പവർ ഇൻപുട്ട്സ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ താഴെയായിട്ട് USB പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫോർ സർവീസ്. ഇവിടെയാണ് ഇതിൻ്റെ TV, HDMI ഔട്ട്, സെൻറ്റർ, പിന്നെ ERC, ഈ 3 ഇൻപുട്ടിൻ്റെയും ഓപ്ഷൻസ് കൊടുത്തു. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിനിഷിങ്ങിലാണ് വരുന്നത്. അത്യാവശ്യം പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. ഗ്ലേസിംഗ് ആയിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയ ഒരു മെറ്റാലിക് ഫ്രെയിമോട് കൂടിയ ഒരു ഫിക്സേഷൻ കൊടുത്തിട്ടുണ്ട്. സോണിയുടെ ഒരു ലോഗോ ഈ സൈഡിലായിട്ട് സോണിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നത് ഗൈസ്. ഇവിടെയായിട്ട് പവർ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് സോണി ബ്രാവിയ 3, 7, 9, 8 TVസിലൊക്കെ കുറച്ചുകൂടി TV-ആയിട്ട് കുറച്ചുകൂടി സിങ്ക് ആവും. എൻറ്റയർ തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. മാത്രമല്ല ഇതിൽ അക്കോസ്റ്റിക് സൗണ്ട്സ് ഒക്കെ വളരെ രസമായിട്ട് വർക്ക് ചെയ്യും. ബാക്കിയുള്ള യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് ചെയ്യാം. സെൻറ്റർ ഔട്ട് ഇൻസേർട്ട് ചെയ്യുക. ദെൻ HDMI ERC-ലും കൊടുക്കുക. ദെൻ ഫൈനലി നമ്മൾ കണക്ട് ചെയ്തു. ഇത്രയാണ് ഇതിൻ്റെ ഇൻസേർഷൻ വരുന്നത്. പിന്നെ ഇവിടെ HDMI വേണമെന്നുണ്ടെങ്കിൽ ഒരു HDMI പോർട്ടിൻ്റെ കൂടെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് TV-യിലേക്ക് കണക്ട് ചെയ്യാം. TVയുടെ ബാക്ക് സൈഡിലായിട്ട് ERC-ൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. സോ ഇവിടെ 4K 120 ഹെഡ്സ് ERC. സോ നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യുക. സെൻറ്ററിലേക്ക് ഔട്ടിൽ ഇൻസേർട്ട് ചെയ്യുക. നമ്മുടെ കണക്ഷൻ സ്വിച്ച് ഓൺ ചെയ്യുക. ഇവിടെ ആയിട്ട് LED ബ്ലിങ്ക് ചെയ്യുന്ന പവർ ഓൺ ആയിട്ടുണ്ട്. TV പവർ അപ്പ് ചെയ്യുക. സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ TV പ്ലസ് ഓഡിയോ കേട്ടോ, ഓഡിയോ സിസ്റ്റം കണക്റ്റഡ് ഫോർ HDMI ERC. അതിൻ്റെ സെറ്റപ്പ് ജസ്റ്റ് ഒന്ന് ചെയ്യുക. അതിൻ്റെ ERC കണക്ടിവിറ്റി എല്ലാം പ്രോപ്പറായിട്ട് സിങ്ക് ആയതിനു ശേഷം S കൊടുക്കുക. ദെൻ സെറ്റപ്പ് കംപ്ലീറ്റഡ്, ഡൺ കൊടുക്കുക. നമുക്ക് ബ്രാവിയ കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് ജസ്റ്റ് നമ്മുടെ സൗണ്ട് ബാറായിട്ടൊന്ന് കോൺഫിഗർ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് സൗണ്ട് ബാർ 9 ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. നമ്മളതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. 2 മിനിറ്റ്സിൽ ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പിലാണ് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ബൂഫർ ഓഡിയോ ആഡിയോ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൗണ്ട് ആസ്വദിക്കാൻ കഴിയും. ബട്ട് സബ് ബൂഫർ ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നല്ല പഞ്ചി ആയിട്ടുള്ള ബേസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നു. പുതിയ വീഡിയോ കാണുന്നവരെ
ബൈ.